നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജഗൻ ഇപ്പോ അമ്മ വിചാരിക്കുന്ന ആളൊന്നും അല്ല. അവനാ വന്ദന പറയുന്നതേ കേക്കൂ. അല്ലെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ ആരോടും ഒരു വാക്കും പറയാതെ ഇറങ്ങി പോവുമായിരുന്നോ? പണ്ട് എവിടെ പോയാലും അമ്മയോട് പറയാതെ പുറത്തു പോവില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞതോടെ അമ്മ വേണ്ടാതായി. മിക്കവാറും തിരികെ വരുമ്പോ ജഗന്റെ തോളത്ത് ആ അനാഥ കൊച്ചു ദേയും കാണും. വിദ്യേ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളമ്മേ. പിടി. ജഗനും ദിയയും തമ്മിൽ ഉടക്കി പിരിയണം. അല്ലെങ്കിൽ ആ പരട്ട കുഞ്ഞിന്റെ ബാധ്യത കൂടി ഞാൻ ഏറ്റെടുക്കേണ്ടി വരും. പിന്നെ ഇതൊരു സത്രമാവാൻ അധികം താമസമൊന്നും വേണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദിയ എന്റെ മോള, എന്റെ മാത്രം മോള്. അവളുടെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം എടുക്കരുത്. അതെനിക്കിഷ്ടല്ല. ഇന്നലെ രാത്രി കുഞ്ഞിനെയും കൊണ്ട് പുറത്തു പോണെന്ന് വാശി പിടിച്ചത് ജഗനാണ്. അതാ അവൾ ഇന്നും പോണെന്ന് നിർബന്ധം പിടിക്കുന്നത്. അത് കൊള്ളാം. പുറത്തു പോണെന്ന് വാശി പിടിച്ചത് ദിയമോളല്ലേ? മോള് വാശി പിടിച്ചപ്പോ കൊച്ചു കുഞ്ഞല്ലേ, അത് നടത്തി കൊടുക്കാന്ന് വിചാരിച്ചതാണോ തെറ്റ്? എനിക്കത് ഇഷ്ടമല്ലെങ്കിലോ? ഇവിടെ ദിയമോളുടെ ഇഷ്ടം വേണ്ട നമ്മൾ നോക്കാൻ. കരഞ്ഞ് നിലവിളിച്ചിരുന്ന ദിയമോളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇന്നലെ രാത്രി നമ്മൾ വണ്ടിയെടുത്ത് ഇറങ്ങി തിരിച്ചത്? എനിക്ക് നിങ്ങളുടെ ഉള്ളിലിരിപ്പൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഭർത്താവിന്റെ റോള് കളിക്കാൻ എന്റെ മകളെ കരുവാക്കാൻ നോക്ക നിങ്ങള്. ജഗ, ഒരു കാര്യം ആലോചിച്ചോ. എനിക്ക് ജന്മത്തിൽ നിങ്ങളെ ഭർത്താവായിട്ട് കാണാൻ കഴിയില്ല. വയസ്സായ അച്ഛനും അമ്മയും വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയാ ഈ വേഷം കെട്ടി ആടുന്നത്. അധിക നാൾ ഈ വേഷം കെട്ടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിപ്പോഴും എന്നെ കൊണ്ട് അടിച്ചു വെപ്പിക്കരുത്. ജീവിതം തന്നെ ഒരു നാടകമാണ് വന്ദനെ. ക്ലൈമാക്സ് ഞാനോ വന്ദനയോ തീരുമാനിക്കുന്നതല്ല. അത് മുകളിലിരിക്കുന്നവൻ തീരുമാനിക്കുന്നതാ. ദിയമോളുടെ കാര്യം തന്നെ ചിന്തിച്ചാൽ വന്ദനയ്ക്ക് മനസ്സിലാവും. വന്ദനയുടെ വയറ്റിൽ പറഞ്ഞവളല്ല ദിയമോൾ. ഞാൻ നേരത്തെ പറഞ്ഞ ആളെഴുതിയ നാടകത്തിലെ ഒരു രംഗമാണ് വന്ദന ഇപ്പോൾ കെട്ടി ആടിക്കൊണ്ടിരിക്കുന്നത്. ആർക്കോ പിറന്ന ദിയമോളുടെ അമ്മവേഷം. എനിക്ക് നിന്റെ ഫിലോസഫി ഒന്നും കേൾക്കണ്ട. എനിക്ക് എന്റെ ജീവിതത്തില് ഏറ്റവും വലുത് എന്റെ മകളാണ്. അവളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. അതെ, അറിയാം. ദിയമോളുടെ സന്തോഷമാണ് വന്ദനയുടെ സന്തോഷം. വന്ദനയുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. ഈ സന്തോഷം കാണാനാ ഞാൻ ജീവിക്കുന്നത് തന്നെ. വന്ദന പറഞ്ഞില്ലേ, വന്ദന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ദിയമോളെയാണെന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെ, എന്നെ മാത്രം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.